ഹലോ ഗുഡ് പീപ്പിൾ, ദിസ് ഈസ് ശങ്കർ ഫ്രം മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്. ഇന്ന് നമ്മളൊരു ഓഡിയോ ഇൻ്റർഫേസ് ആണ് അൺബോക്സ് ചെയ്യുന്നത്. ആൻറ്റലോപ്പ് ഓഡിയോയുടെ ഡിസ്ക്രീറ്റ് 8 സിനർജി കോർ എന്ന മോഡലാണിത്. ഡിസ്ക്രീറ്റ് 8ൻ്റെ ഫസ്റ്റ് ജെൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ്. ആദ്യമായിട്ടൊരു യൂസർ ഗൈഡ് ഇതിന് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള യൂസർ മാനുവൽ ആൻറ്റലോപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും PDF ആയിട്ട് ലഭിക്കുന്നതാണ്. ഡിസ്ക്രീറ്റ് 8 സിനർജി കോർ ഒരു ഹൈബ്രിഡ് ഓഡിയോ ഇൻ്റർഫേസ് ആണ്. കമ്പ്യൂട്ടർ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് USBയും തണ്ടർബോൾട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇൻ്റർഫേസ് വർക്ക് ചെയ്യാൻ ആവശ്യമായ കമ്പ്യൂട്ടറിൻ്റെ സ്പെസിഫിക്കേഷനും ഇൻ്റർഫേസിൻ്റെ ഫീച്ചേഴ്സും ഈ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ബോക്സിൻ്റെ അകത്ത് വരുന്നത് ഒരു IEC പവർ കോഡാണ്. ഇതൊരു 2-പിൻ പ്ലഗാണ് വരുന്നത്. ഒരു കമ്പാറ്റബിൾ ആയിട്ടുള്ള അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലഗ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊരു 3-പിൻ ടോപ്പ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. സ്റ്റുഡിയോ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ എർത്ത് കണക്ഷൻ നിർബന്ധമായിട്ടും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്തതായി ഒരു AC പവർ അഡാപ്റ്ററാണ്. ഇത് സിമിലർ ടു ഒരു ലാപ്ടോപ്പ് പവർ അഡാപ്റ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ്. അഡാപ്റ്റർ മേക്ക് ചെയ്തിരിക്കുന്നത് ചാനൽ വെൽ ടെക്നോളജി എന്ന് പറഞ്ഞൊരു തേർഡ് പാർട്ടി കമ്പനിയാണ്. മെയ്ഡ് ഇൻ ചൈനയാണിത്. വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള വോൾട്ടേജ് ചേഞ്ച് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനുള്ള അഡാപ്റ്ററാണിത്. 100 to 240 വോൾട്ടാണ് ഇതിന് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 50 and 60 ഹെർട്സിലും വർക്ക് ചെയ്യും. ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് 18 വോൾട്ട് 3.61 ആംപിയറിൽ 65 വാട്ട്സ് ആണ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് 8 സിനർജി കോർ 18 വോൾട്ടിൽ 20 വാട്ട്സ് ആണ് മാക്സിമം കൺസ്യൂം ചെയ്യുന്നത്. അഡീഷണൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കണക്ടറിൽ ഒരു ലോക്കിംഗ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി ഒരു USB 2.0 കേബിളാണ് പാക്കേജിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 മീറ്ററോളം ലെങ്ത് വരുന്ന ഒരു ഗുഡ് ക്വാളിറ്റി കേബിളാണിത്. ഇതൊരു ഹൈബ്രിഡ് ഇൻ്റർഫേസ് ആണെങ്കിലും USB 2.0 കേബിൾ മാത്രമേ ഇതിൻ്റെ കൂടെ കിട്ടുന്നുള്ളൂ. തണ്ടർബോൾട്ട് 2 കേബിൾ നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. 24 ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ്സുകളാണ് USB കണക്ഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ USB 2.0 നൽകുന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യത്തിനുണ്ട്. അടുത്തായി നമ്മുടെ ഡിസ്ക്രീറ്റ് 8 സിനർജി കോറാണ്. അത് പാക്കേജിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഡിസ്ക്രീറ്റ് 8ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു. ഒരുപാട് ഇൻപുട്ട് ഔട്ട്പുട്ടുള്ള ഒരു ഓഡിയോ ഇൻ്റർഫേസ് ആയിരുന്നിട്ട് കൂടെ ആൻറ്റലോപ്പ് ഇതിനെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള പാക്കേജിൽ ഒതുക്കിയിട്ടുണ്ട്. ഈ യൂണിറ്റിന് ഇന്ത്യൻ മാർക്കറ്റിൽ 1,40,000 രൂപയാണ് വില വരുന്നത്. ഡിസ്ക്രീറ്റ് 8ൻ്റെ ഫ്രണ്ട് പാനൽ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി 2 മൈക്രോഫോൺ ഇൻപുട്ട്സ് വരുന്നുണ്ട്. ഇതിന് നമുക്ക് ലൈൻ ഇൻപുട്ടോ അല്ലെങ്കിൽ ഹൈസെറ്റ് ഇൻപുട്ടോ ആക്കി ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. കോംബി XLR ജാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അനലോഗ് കൺസോളിൽ വരുന്ന പ്രിയാമ്പിൻ്റെ 6 ട്രാൻസിസ്റ്റർ ടോപ്പോളജിയാണ് ഡിസ്ക്രീറ്റ് 8 ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഡീറ്റെയിൽഡ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രിയാംസ് ആണിത്. 65 dB ഗെയിനാണ് ഈ പ്രിയാമ്പ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട് സൈഡിലുള്ള 2 ഇൻപുട്ട് കൂടാതെ റിയർ സൈഡിൽ 6 കോംബി ജാക്ക് വരുന്നുണ്ട്. അത് നമുക്ക് മൈക്കും ലൈനുമായിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് പാനലിൽ കാണുന്ന ഈ ഇൻഡിപെൻഡൻറ്റ് ഗെയിൻ നോബ്സ് ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഗെയിൻ നോബ്സിന് തൊട്ടടുത്ത് കാണുന്ന LCD സ്ക്രീനിൽ നമുക്ക് സിസ്റ്റം പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മീറ്ററിംഗ് കാണാനും സാധിക്കും. LCD സ്ക്രീനിൻ്റെ തൊട്ടടുത്ത് കാണുന്ന 3 ഫംഗ്ഷൻ ബട്ടൺസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറൻറ്റ് മെനൂസിലേക്ക് എൻ്റർ ചെയ്യാനും അത് ചേഞ്ച് ചെയ്യാനും സാധിക്കും. ഫംഗ്ഷൻ ബട്ടൺസിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബിഗ് നോബ് ഉപയോഗിച്ചിട്ട് നമുക്ക് മോണിറ്റർ ഔട്ട്പുട്ടിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് തന്നെ ഒരു പുഷ് ബട്ടണായിട്ടും ആക്ട് ചെയ്യും. അതുപോലെ തന്നെ മൾട്ടി ജോഗ് ഡയൽ കൺട്രോളായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായി നമുക്കൊരു ടോക്ക് ബാക്ക് മൈക്കും അതിൻ്റെ കൺട്രോൾ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ബിൽറ്റ് ഇൻ ടോക്ക് ബാക്ക് നമുക്ക് ഹെഡ്ഫോൺസിലേക്കും മോണിറ്റേഴ്സിലേക്കും സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ട് പാനലിൽ അവസാനമായി 2 ഹെഡ്ഫോൺ ഔട്ട്പുട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഹെഡ്ഫോൺ നോബ്സ് ഉപയോഗിച്ചിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിലേക്കുള്ള ബസ്സസ് നമുക്ക് ആൻറ്റലോപ്പിൻ്റെ കൺട്രോൾ പാനൽ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് സെൻഡ് ചെയ്യാൻ സാധിക്കും. 16 ohms മുതൽ 600 ohms ഇമ്പിഡൻസ് വരെയുള്ള ഹെഡ്ഫോൺസ് നമുക്കിതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റിയർ സൈഡിൽ നമുക്ക് ബാക്കിയുള്ള 6 ഇൻപുട്ട്സ് കാണാൻ സാധിക്കും. ഡിസ്ക്രീറ്റ് 8ൽ ഉപയോഗിച്ചിരിക്കുന്ന അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് 121 dB ഓഫ് ഡൈനാമിക് റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്ക് പ്രിയാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇക്വാലൻ്റ് ഇൻപുട്ട് നോയ്സ് -128 dB ആണ്. വളരെ നല്ലൊരു AD ഇൻപുട്ട് സ്പെസിഫിക്കേഷനാണ് ആൻറ്റലോപ്പ് ഈ പ്രൈസ് റേഞ്ചിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പവർ കണക്ടറിന് തൊട്ടടുത്തായിട്ട് ഒരു വേർഡ് ക്ലോക്ക് ഇൻപുട്ടും 3 വേർഡ് ക്ലോക്ക് ഔട്ട്പുട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 75 ohm ആണ് ഇതിൻ്റെ ഇമ്പിഡൻസ്. 190 kHz വരെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BNC കണക്ടറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തതായി പവർ അഡാപ്റ്റർ ആൻറ്റലോപ്പ് ഡിസ്ക്രീറ്റ് 8 സിനർജി കോറിൽ കണക്ട് ചെയ്യാം. അഡാപ്റ്ററിൻ്റെ പിൻ ഇവിടെ കണക്ട് ചെയ്ത ശേഷം ത്രെഡ് തിരിച്ച് ലോക്ക് ചെയ്യുക. ഡിസ്ക്രീറ്റ് 8 സിനർജി കോറിന് ഒരു ഫിസിക്കൽ പവർ സ്വിച്ച് ഇല്ല. പവർ അഡാപ്റ്റർ കൊടുക്കുമ്പോൾ തന്നെ ഡിവൈസ് ഓണായി സ്റ്റാൻഡ് ബൈയിൽ നിൽക്കും.
തൊട്ടടുത്തായി RCA ജാക്കിൽ സ്റ്റീരിയോ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്വിഡിഫ് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഫുഡ് സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ടോക്ക് ബാക്ക് ഓണും ഓഫും ആക്കാൻ സാധിക്കും. ഡിസ്ക്രീറ്റ് 8ൽ 2 സെറ്റ് അഡാറ്റ് ഇൻപുട്ട്സും ഔട്ട്പുട്ട്സും വരുന്നുണ്ട്, അപ് ടു 16 ചാനൽസ്. ഈ അഡാറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട്സിനെ നമുക്ക് സ്പിഡിഫായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇത് അഡാറ്റ് സ്പെക്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇതൊരു ഹൈബ്രിഡ് ഇൻ്റർഫേസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ USB 2.0യും തണ്ടർബോൾട്ട് കണക്ടറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തണ്ടർബോൾട്ട് 2 ആണ് സ്പെസിഫിക്കേഷൻ. തൊട്ടടുത്തായി DB25 കണക്ടറിൽ 8 ലൈൻ ഔട്ട്പുട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 118 dB ആണ് ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് വരുന്നത്. അടുത്തതായി ഒരു പെയർ ഓഫ് മോണിറ്റർ ഔട്ട്പുട്ട്സ് വരുന്നുണ്ട്. 130 dB ആണ് ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച്. അവസാനമായി 2 റിയാംബ് ഔട്ട്പുട്ട്സ് വരുന്നുണ്ട്. ആൻറ്റലോപ്പ് കൺട്രോൾ പാനലിൽ നമുക്കിത് സെക്കൻഡറി മോണിറ്റേഴ്സായിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. USB 2.0 കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇൻ്റർഫേസ് കമ്പ്യൂട്ടറായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. USB ആൻഡ് തണ്ടർബോൾട്ട് ഒരേ സമയം നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിടാൻ സാധിക്കുമെങ്കിലും ഒരു സമയത്ത് ഒരു പോർട്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇൻ്റർഫേസിൻ്റെ അഡാപ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേയിൽ പ്ലീസ് ആക്ടിവേറ്റ് എന്ന് കാണിക്കുന്നതാണ്. നിങ്ങളുടെ വിൻഡോസ് സിസ്റ്റമോ മാക്കിൻതോഷ് കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്ത ശേഷം നമുക്ക് രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ആൻറ്റലോപ്പ് വെബ്സൈറ്റിലേക്ക് പോവുക. സപ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രീറ്റ് സിനർജി കോറിൻ്റെ ഡൗൺലോഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷന് മുമ്പ് OS കമ്പാറ്റബിലിറ്റി ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ആൻറ്റലോപ്പ് വിൻഡോസിലും മാക്കിൻതോഷിലും ഡ്രൈവേഴ്സ് നൽകുന്നുണ്ട്. വിൻഡോസിൽ USB-ക്കും തണ്ടർബോൾട്ടിനുമുള്ള ആൻറ്റലോപ്പ് ഡ്രൈവേഴ്സ് സെപ്പറേറ്റ് ആണ്, അത് രണ്ടും ഡൗൺലോഡ് ചെയ്യുക. എന്നാൽ മാക്കിൻതോഷിൽ ആൻറ്റലോപ്പ് യൂണിഫൈഡ് ഡ്രൈവറാണ് USB-ക്കും തണ്ടർബോൾട്ടിനും പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമൽ ഡ്രൈവേഴ്സ് കൂടാതെ ആൻറ്റലോപ്പിന് ലോഞ്ചർ എന്നൊരു സോഫ്റ്റ്വെയർ കൂടി ഡൗൺലോഡ് ചെയ്യണം. ആൻറ്റലോപ്പ് ലോഞ്ചർ എന്നത് ഒരു ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. വ്യത്യസ്ത ആൻറ്റലോപ്പ് ഇൻ്റർഫേസുകൾ ആക്ടിവേറ്റ് ചെയ്യാനും അതിലേക്ക് പുതിയ പ്ലഗിൻസ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആൻറ്റലോപ്പ് ലോഞ്ചർ. ആൻറ്റലോപ്പ് റെക്കമെൻഡ് ചെയ്യുന്ന സിസ്റ്റം റിക്വയർമെൻറ്റ്സ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഡൗൺലോഡിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ആൻറ്റലോപ്പ് വെബ്സൈറ്റിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവേഴ്സും ലോഞ്ചറും മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ. ആൻറ്റലോപ്പ് വെബ്സൈറ്റിൽ വരുന്ന അപ്ഡേറ്റഡ് ലോഞ്ചേഴ്സ് ആൻഡ് ഡ്രൈവർ വേർഷൻസ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡൗൺലോഡഡ് ഫയൽസ് ഒരു ഫോൾഡറിലേക്ക് മാറ്റി സൂക്ഷിക്കുക. ആൻറ്റലോപ്പ് യൂണിഫൈഡ് ഡ്രൈവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കമ്പ്യൂട്ടറിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. യൂണിഫൈഡ് ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ ഫിനിഷായി. നമുക്കിനി ആൻറ്റലോപ്പ് ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റലോപ്പ് ലോഞ്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ ആൻറ്റലോപ്പ് ഇൻ്റർഫേസുകൾ ആക്ടിവേറ്റ് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ചെയ്താൽ ആൻറ്റലോപ്പ് ലോഞ്ചർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇൻ്റർഫേസ് ആക്ടിവേഷന് ഇൻ്റർനെറ്റ് കണക്ഷൻ അത്യാവശ്യമാണ്. ആൻറ്റലോപ്പ് ലോഞ്ചർ നെറ്റ്വർക്കിംഗ് ഫീച്ചേഴ്സ് ഉള്ളതാണ്. ഇപ്പോൾ ലോഞ്ചർ സെർവർ സോഫ്റ്റ്വെയർ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ലോഞ്ചർ ഇപ്പോൾ ലോഗിൻ ചെയ്യാനായി യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആൻറ്റലോപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായി ആൻറ്റലോപ്പ് വെബ്സൈറ്റിൽ ക്രിയേറ്റ് അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായിട്ടുള്ള യൂസർ ഡീറ്റെയിൽസും പാസ്വേഡും എൻ്റർ ചെയ്യുക. ആൻറ്റലോപ്പ് അക്കൗണ്ടിനായിട്ട് പുതിയൊരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും.
രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഇപ്പോൾ ഫിനിഷ് ആയിരിക്കുന്നു. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റേർഡ് ഇമെയിലിലേക്ക് ആൻഡലോപ്പ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും. നിങ്ങളുടെ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് മെസ്സേജിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയത്തിന് ശേഷം ലിങ്ക് നമ്മളെ ആൻഡലോപ്പ് അക്കൗണ്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ബട്ടണും ഫീച്ചേഴ്സ് ക്ലെയിം ചെയ്യാനുള്ളൊരു ബട്ടണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ടിവേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇൻ്റർഫേസ് ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക. തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും നമ്മുടെ ഡിവൈസിന് വേണ്ട ഡ്രൈവേഴ്സും ലോഞ്ചർ സോഫ്റ്റ്വെയറും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡ്രൈവേഴ്സും ലോഞ്ചേഴ്സും ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഈ പ്രൊസീജിയർ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ആൻഡലോപ്പ് ലോഞ്ചർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലോഞ്ചർ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻ്റർഫേസ് ഇവിടെ കാണാവുന്നതാണ്. ഈ കാണുന്ന ലോഗിൻ വിൻഡോയിൽ നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ആൻഡലോപ്പ് അക്കൗണ്ടിലേക്ക് സക്സസ്ഫുള്ളി ലോഗിൻ ചെയ്തിട്ടുണ്ട്. ആക്ടിവേറ്റ് ഡിവൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൺഫേം ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓൺ സ്ക്രീൻ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇൻ്റർഫേസ് ഇപ്പോൾ സക്സസ്ഫുള്ളി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. ഡിസ്ക്രീറ്റ് ഇപ്പോൾ ആക്ടിവേറ്റ് ആയ ശേഷം മീറ്ററിംഗ് മോഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് കാണാം. അടുത്തതായി ഇൻ്റർഫേസിൻ്റെ കൺട്രോൾ പാനൽ ഡൗൺലോഡ് ചെയ്യുകയും ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അതിനു മുമ്പ് നമുക്ക് ചില ലോഞ്ചർ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. താഴെ കാണുന്ന ചെക്ക് ബോക്സുകൾ ഈഫ് ന്യൂവർ ആയിട്ട് സെലക്ട് ചെയ്യുക. ഇൻ്റർഫേസിൻ്റെ കൺട്രോൾ പാനലും അപ്ഡേറ്റഡ് ഫേംവെയറും ഒരുമിച്ച് ചേർന്നാണ് ബണ്ടിൽ വെർഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പുതിയ ബണ്ടിൽ വെർഷൻ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അപ്ഡേഷൻ പ്രൊസീജിയർ ഫിനിഷ് ആവുന്നതുവരെ വെയിറ്റ് ചെയ്യുക. അപ്ഡേറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്കിനി ആൻഡലോപ്പിൻ്റെ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യാം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇൻ്റർഫേസ് ഫാക്ടറി റീസെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇൻ്റർഫേസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ പാനൽ സ്റ്റാർട്ട് ചെയ്യാം. ഇൻ്റർഫേസ് എപ്പോഴും സ്റ്റാൻഡ് ബൈ മോഡിലായിരിക്കും. നമുക്ക് കൺട്രോൾ പാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻ്റർഫേസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഡിസ്ക്രീറ്റ് സിനർജി കോറിൻ്റെ കൺട്രോൾ പാനൽ. ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഓപ്ഷനുകളും നമുക്ക് ഈ കൺട്രോൾ പാനൽ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാം. ഇൻ്റർഫേസിലുള്ള 8 പ്രിയാംസിൻ്റെ ഗെയിൻ കൺട്രോളും ഫാൻറ്റം പവർ ഓപ്ഷനും ഒക്കെ നമുക്കിവിടെ ടോപ്പിൽ കാണാം. ഇൻ്റർഫേസിലെ എല്ലാ ഓപ്ഷനും ഡിജിറ്റലി കൺട്രോൾ ചെയ്യാനും അത് റീകോൾ ചെയ്യാനും സാധിക്കും. 32 kHz മുതൽ 192 kHz വരെയാണ് ഇൻ്റർഫേസ് സപ്പോർട്ട് ചെയ്യുന്ന സാമ്പിൾ റേറ്റ്. ഇടതുഭാഗത്ത് മുകളിൽ കാണുന്ന ഈ പവർ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻ്റർഫേസ് സ്റ്റാൻഡ് ബൈ മോഡിലാക്കാനും തിരിച്ച് ഓൺ ആക്കാനും സാധിക്കും. ഈ കാണുന്ന ലോഞ്ചർ സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ സ്ലൈഡർ ഉപയോഗിച്ചിട്ട് ഇൻ്റർഫേസിൻ്റെ LCD സ്ക്രീൻ ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ലോവർ ബ്രൈറ്റ്നസ് ഉപയോഗിക്കുക വഴി നമുക്ക് LCD സ്ക്രീനിൻ്റെ ലൈഫ് സേവ് ചെയ്യാം.
വ്യത്യസ്ത മോണിറ്റർ ട്രിം ലെവൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രൊഫഷണൽ ഇൻ്റർഫേസ് ആയതുകൊണ്ട് തന്നെ അപ് ടു 20 dBu ലെവലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡിസ്ക്രീറ്റ് 8 സിനർജി കോർ കൺട്രോൾ പാനലിൽ 4 വിർച്വൽ മിക്സേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പാനലോ -3 dB ആയിട്ട് സെറ്റ് ചെയ്യാം. അടുത്തതായി നമുക്ക് ടോക്ക് ബാക്ക് ഓപ്ഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർഫേസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടോക്ക് ബാക്ക് മൈക്കുണ്ട്. ടോക്ക് ബാക്കിന് വേണ്ടി ഇൻറ്റേർണൽ മൈക്രോഫോണോ അല്ലെങ്കിൽ നമുക്ക് പ്രിയാംസിൽ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ മൈക്രോഫോൺസോ ഉപയോഗിക്കാം. ടോക്ക് ബാക്ക് നമുക്ക് മോണിറ്റേഴ്സിലേക്കും ഹെഡ്ഫോൺസിലേക്കും സെപ്പറേറ്റ് ആയിട്ട് അസൈൻ ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രീറ്റ് 8ൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഓരോ മോണിറ്റർ ഔട്ട്പുട്ട്സിനും ഹെഡ്ഫോൺ ഔട്ട്പുട്ട്സിനും സെപ്പറേറ്റ് 32 ചാനൽ മിക്സേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മിക്സർ ചാനൽ ഫേഡേഴ്സിലേക്ക് നമുക്ക് വ്യത്യസ്ത സോഴ്സസ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രീറ്റ് 8 സിനർജി കോറിൻ്റെ കൺട്രോൾ പാനലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്യുന്നതാണ്. അനലോഗ് ഇൻ്റർഫേസുകളുടെ മറ്റൊരു സവിശേഷത, അനലോഗ് മോഡലിൻ്റെ പ്ലഗിൻസ് അവർ ഇൻ്റർഫേസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റർഫേസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള FPGA ചിപ്പും DSP ചിപ്സും ഉപയോഗിച്ചിട്ടാണ് ഈ എഫക്ട്സുകൾ പ്രോസസ് ചെയ്യുന്നത്. അനലോഗ് ഡിസ്ക്രീറ്റ് 8 സിനർജി കോറിൽ ഒരു FPGA ചിപ്പും 2 DSP ചിപ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അനലോഗ് മോഡലിൻ്റെ പ്ലഗിൻസിൽ വരുന്നത് വിൻറ്റേജ് ഇക്വലൈസേഴ്സ്, വിൻറ്റേജ് കംപ്രസേഴ്സ്, മൈക്രോഫോൺ പ്രിയാംപ് എമുലേഷൻസ്, ഗിറ്റാർ ആംപ്സും ക്യാബിനറ്റ്സും. സിനർജി കോർ എഫക്ട്സിൻ്റെ ലൈബ്രറി എപ്പോഴും ആൻറ്റലോപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ എഫക്ട്സുകൾ നമുക്ക് ആൻറ്റലോപ്പ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. ആൻറ്റലോപ്പ് എഫക്ട്സുകളുടെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഗ്രേ കളറിൽ കാണുന്ന എഫക്ട്സുകൾ നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ടതാണ്. സിനർജി കോർ എഫക്ട്സ് കൂടാതെ നമുക്ക് ആൻറ്റലോപ്പ് മൈക്ക് മോഡലിംഗും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മൈക്ക് എമുലേഷൻസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റർഫേസിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്ത എഡ്ജ് സോളോ മൈക്രോഫോൺ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എഡ്ജ് സോളോയുടെ ആക്ടിവേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്കമിംഗ് വീഡിയോസിൽ D8SCയുടെ കൺട്രോൾ പാനൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.